അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് കാണുന്ന ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ 54ാമത്തെ ചോദ്യമാണ്. ഹൗ ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം ദ അതർ ബാക്ടീരിയ? എങ്ങനെയാണ് ആർക്കി ബാക്ടീരിയ മറ്റ് ബാക്ടീരിയകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്ന ചോദ്യം. ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ദെയർ സെൽ വാൾ. അതായത് ആർക്കി ബാക്ടീരിയ മറ്റ് ബാക്ടീരിയകളിൽ നിന്നും അവയുടെ സെൽ വാളിന്, അതായത് കോശഭിത്തിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സെൽ മെംബ്രൈൻ, അതുപോലെ തന്നെ അവയുടെ സെല്ലിന് ചുറ്റുമുള്ള ആവരണത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ്, അതായത് പ്രോട്ടീൻ്റെ രൂപീകരണത്തിൻ്റെ ഉപയോഗത്തിലും അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പ്രത്യേകമായിട്ട് 3 കാര്യങ്ങളിലാണ്. ഒന്ന് സെൽ വാൾ, അതായത് കോശഭിത്തി. സെൽ മെംബ്രൈൻ, സെല്ലിനകത്തുള്ള മെംബ്രൈൻ ഒരു ആവരണം. അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ്റെ രൂപീകരണവും അതുപോലെ തന്നെ അവയുടെ ഉപയോഗത്തെക്കുറിച്ചും ഉപയോഗവുമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി 55ാമത്തെ ചോദ്യം. ആർക്കി ബാക്ടീരിയ ക്യാൻ ഓവർകം എനി അഡ്വേഴ്സ് സിറ്റുവേഷൻ. വാട്ട് ഈസ് ദ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആർക്കി അങ്ങനെ നമ്മളോട് ബാക്ടീരിയ എന്ന് നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം: ആർക്കി ബാക്ടീരിയ ക്യാൻ ഓവർകം എനി അഡ്വേഴ്സ് സിറ്റുവേഷൻ. അതായത് ആർക്കി ബാക്ടീരിയയ്ക്ക് ഏതെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള, അതായത് പ്രത്യേകിച്ചും എത്ര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനുകളിലും അല്ലെങ്കിൽ ചുറ്റുപാടുകളിലും ജീവിക്കുവാനും ആ ചുറ്റുപാടുകളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാനുമായിട്ടുള്ള ഒരു പ്രാപ്തി അല്ലെങ്കിൽ കഴിവ് അല്ലെങ്കിൽ ശരീരഘടന അവയ്ക്കുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇനി 56ാമത്തെ ചോദ്യം. ഡൊമൈൻസ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് കിങ്ഡംസ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഡൊമൈൻസും അവയുടെ കറസ്പോണ്ടിങ്, അതിനോട് ഒത്തുപോകുന്ന, ഓരോ ഡൊമൈനിനോടും ഒത്തുപോകുന്ന കിങ്ഡങ്ങളും ഏതാണെന്ന് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ ചോദ്യം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് വന്നാൽ പോലും ഇവയെല്ലാം എന്താ പറയുന്നത്, നമുക്ക് വളരെ അനിവാര്യമാണ്. ഇവിടെ ഞാൻ ഇതിൻ്റെ ഉത്തരം തന്നിരിക്കുന്നത് കറക്റ്റ് ഓർഡറിലാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, ഒരു ഇതായിട്ടുള്ളത്. ഏതാണ് ചിത്രീകരണം? അത് ഇലിസ്ട്രേഷൻ 6.1 നിന്നാണ് ഇത് രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് എടുത്ത് നോക്കിയാൽ കാണാം. ഡൊമൈൻ ബാക്ടീരിയ. അപ്പോൾ ഡൊമൈൻ ബാക്ടീരിയ ഏതിലാണ് വരുന്നത്? കറസ്പോണ്ടിങ് കിങ്ഡം ഏതാണ്? ഡൊമൈൻ ബാക്ടീരിയയുടെ കറസ്പോണ്ടിങ് കിങ്ഡം ബാക്ടീരിയ തന്നെയാണ്. ഡൊമൈൻ ആർക്കിയയുടെ കറസ്പോണ്ടിങ് കിങ്ഡം ഏതാണ്? ഡൊമൈൻ ആർക്കിയ തന്നെയാണ്. ഇനി ഡൊമൈൻ യുക്രിയ, അതായത് യുക്രിയയുടെ ഏതാണ് കറസ്പോണ്ടിങ് കിങ്ഡം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യുക്കാരിയയുടെ കറസ്പോണ്ടിങ് കിങ്ഡം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ നോക്കിക്കൊള്ളുക, ആ ചിത്രീകരണത്തിൽ നോക്കിക്കൊള്ളുക. ആ ചെറിയ വയലറ്റ് കളറിനകത്തുള്ളത് ഏതെല്ലാമാണ് ഉള്ളത് ഒന്ന് ചിന്തിച്ച് ഒന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അവയെ കാണപ്പെടുന്നത് 1 പ്രൊട്ടിസ്റ്റ, 2 ഫംജെ, 3 പ്ലാന്റ്, 4 അനിമാലിയ. അപ്പം ഈ സാധനങ്ങളെല്ലാമാണ് നമുക്ക് എവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്? ഡൊമൈൻ യുക്രിയയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ സാധനം നിങ്ങൾ ആ ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി നോക്കിയാൽ കൂടുതൽ നന്നായിട്ട് മനസ്സിലാകാവുന്നതാണ്. ഇനി 142ാമത്തെ പേജിലേക്ക് വരിക. ഈസ് ബാക്ടീരിയ പ്രൊക്രിയേറ്റേഴ്സ്. അതായത് ഇനി നമ്മൾ 142ാമത്തെ പേജിലേക്ക് വന്നു കഴിയുമ്പോൾ ബാക്ടീരിയ എന്ന് പറഞ്ഞേച്ച് നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ പോസിബിലിറ്റികളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഈസ് ബാക്ടീരിയ പ്രൊക്രിയേറ്റേഴ്സ്, അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാക്ടീരിയ പ്രോകാരിയോട്ടുകൾ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഉത്തരമായിട്ട് എഴുതാം യെസ് ബാക്ടീരിയാസ് ആർ പ്രൊക്രിയേറ്റേഴ്സ്. അതായത് ബാക്ടീരിയകൾ പ്രൊക്രിയേറ്റേഴ്സ് ആണ് എന്നാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, 58ാമത്തെ ചോദ്യം. വാട്ട് ഡു യു മീൻ ബൈ പ്രൊക്രിയേറ്റേഴ്സ്? അപ്പോൾ നമ്മളിപ്പോൾ പ്രീക്രിയോട്ടുകൾ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കിനി ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ പ്രൊക്രിയോട്ടുകൾ എന്നുള്ളതാണ്. പ്രൊക്രിയോട്ടസ് ആർ ഓർഗാനിസംസ് ഹൂസ് സെൽ ലാക്ക് ന്യൂക്ലിയസ് ആൻഡ് അതർ ഓർഗനൽസ്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രൊക്രിയോട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവനുള്ള ഓർഗാനിസംസ് ആണ്. പക്ഷേ അവയുടെ പ്രത്യേകത ഹൂസ് സെൽ, അവയുടെ കോശഭിത്തി, ലാക്ക് അതായത് ഇല്ല എന്ത്, ന്യൂക്ലിയസും ഇല്ല. അതുപോലെ തന്നെ അതർ ഓർഗാനിസംസ്, മറ്റ് അവയവങ്ങളും അവയുടെ കോശഭിത്തിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി 59ാമത്തെ ചോദ്യം. വിത്ത് വാട്ട് ദ സെൽ വാൾ ഓഫ് ബാക്ടീരിയ ഈസ് കൺസിസ്റ്റ് ഓഫ്? ഒരു ബാക്ടീരിയയുടെ സെൽ വാൾ എന്തെല്ലാം സംഗതി കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? ദ ബാക്ടീരിയ ഹാസ് സെൽ വാൾ കൺസിസ്റ്റ് ഓഫ് എന്താണ്? ബാക്ടീരിയയ്ക്ക് ഒരു സെൽ വാൾ ഉണ്ട്. ആ സെൽ വാൾ കൺസിസ്റ്റ് ഓഫ്, അല്ലെങ്കിൽ അത് എന്താണ്, അതിൻ്റെ സെൽ വാളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് അടങ്ങിയിരിക്കുന്നത്? പെപ്റ്റിഡോക്ലൈൻ എന്ന് പറയുന്ന പദാർത്ഥമാണ് ബാക്ടീരിയയുടെ സെൽ വാളിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് ബാക്ടീരിയയുടെ സെൽ വാൾ കൺസിസ്റ്റ് ഓഫ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പെപ്റ്റിഡോക്ലിൻ എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടാണ്. ഓക്കെ, ഇനി 60ാമത്തെ ചോദ്യം. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ പെപ്റ്റിഡോക്ലിൻ ഓർ
മ്യൂറെയിൻ, അതായത് പെറ്റിഡോഗ്ലിൻ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് മുറൈൻ എന്ന് പറയുന്നത്. പെറ്റിഡോഗ്ലിക്കൻ ഓർ മുറൈൻ ഈസ് എ യുണീക്ക് ലാർജ് മൈക്രോ മോളിക്യൂൾ, അതായത് ഒരു മോളിക്യൂളാണ്, ഒരു വലിയ തരത്തിലുള്ള ഒരു മോളിക്യൂളാണ് ഈ പെറ്റിഡോഗ്ലിക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, കൺസിസ്റ്റിംഗ് ഓഫ് ഷുഗർ ആൻഡ് അമിനോ ആസിഡ്സ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? ഷുഗറും അതുപോലെ തന്നെ അമിനോ ആസിഡുമാണുള്ളത്. ദാറ്റ് ഫോം എ മെഷ് ലൈക്ക് ലെയർ ആൻഡ് സറൗണ്ട്സ് ദ ബാക്ടീരിയൽ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. അത് ഒരു മെഷ് പോലെ അല്ലെങ്കിൽ ഒരു വല പോലെ, ഒരു ആവരണം പോലെ എന്ത് ചെയ്യുന്നു? ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിന് ചുറ്റും കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഓക്കെ, ഇനി 61ാമത്തെ ചോദ്യം, വേർ ഡു വി ഫൈൻഡ് ബാക്ടീരിയ? എവിടെയാണ് നമ്മൾ ബാക്ടീരിയയെ കാണുന്നത്? ബാക്ടീരിയസ് ആർ ഫൗണ്ട് എവരിവെയർ ലൈക്ക് സോയിൽ, വാട്ടർ ആൻഡ് ഇൻസൈഡ് അതർ ഓർഗാനിസംസ്. അതായത് ബാക്ടീരിയയെ എല്ലാ സ്ഥലത്തും കാണുവാനായിട്ട് സാധിക്കും. ബാക്ടീരിയസ് ആർ ഫൗണ്ട് എവരിവെയർ, ബാക്ടീരിയനെ എല്ലാ സ്ഥലത്തും കാണാനായിട്ട് സാധിക്കും. ലൈക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ, സോയിൽ അതായത് മണ്ണിൽ, വാട്ടർ ജലത്തിൽ, ആൻഡ് ഇൻസൈഡ് അതർ ഓർഗാനിസം മറ്റ് ജീവജാലങ്ങൾക്ക് ഉള്ളിൽ. ഇനി 62ാമത്തെ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ആർ ബാക്ടീരിയ? ബാക്ടീരിയ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഓർഗാനിസമാണ്? ബാക്ടീരിയസ് ആർ യൂണിസെല്ലുലർ ഓർഗാനിസം ആൻഡ് ആർ മൈക്രോസ്കോപ്പിക് ബീയിങ്സ്. അതായത് ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? യൂണിസെല്ലുലർ ഓർഗാനിസമാണ്, ഏകകോശ ജീവിയാണ്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ബീയിങ് ആണ്, അവ മൈക്രോസ്കോപ്പിനകത്ത് കാണപ്പെടുന്ന ജീവജാലമാണ്. ഓക്കെ, ഇനി 63ാമത്തെ ചോദ്യം, ഡു ബാക്ടീരിയ ഹാവ് എ പ്ലാസ്മ മെംബ്രെയിൻ? ബാക്ടീരിയയ്ക്ക് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്ടീരിയ ഹാവ് പ്ലാസ്മ മെംബ്രെയിൻ, ബാക്ടീരിയയ്ക്ക് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് എന്നുള്ളതാണ് നാം ഉത്തരമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി 64ാമത്തെ ചോദ്യം, വാട്ട് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ? കാരണം നമ്മൾ ഓൾറെഡി ചോദിച്ചു ബാക്ടീരിയയ്ക്ക് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടോ എന്ന്, അതിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 64ാമതായിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ? എന്താകുന്നു പ്ലാസ്മ മെംബ്രെയിൻ? പ്ലാസ്മ മെംബ്രെയിൻ ഓൾസോ കോൾഡ് ദ സെൽ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് സെൽ മെംബ്രെയിൻ. ഈസ് ദ മെംബ്രെയിൻ ഫൗണ്ട് ഇൻ ഓൾ സെൽസ് ദാറ്റ് സെപ്പറേറ്റ് ദ ഇൻറ്റീരിയർ ഓഫ് ദ സെൽ ഫ്രം ദ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ്. അതായത് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് എല്ലാ സെല്ലുകൾക്കും കാണപ്പെടുന്ന ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു ആവരണമാണ്. അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് സെപ്പറേറ്റ്സ്, അത് എന്ത് ചെയ്യുന്നു? അത് വിഭജിക്കുന്നത് ഇൻറ്റീരിയർ ഓഫ് ദ സെൽ, അതായത് ഒരു സെല്ലിൻ്റെ ഉൾഭാഗം ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദ എൻവയോൺമെൻറ്റ്, അത് പുറംഭാഗത്ത് നിന്നും അതിനെ വിഭജിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു സെല്ലിൻ്റെ പുറംഭാഗത്തെ അകംഭാഗവുമായിട്ട് ഉള്ള ബന്ധങ്ങളെ വിഭജിച്ചെടുത്തിരിക്കുന്നതിന് പറയുന്ന ആ ഒരു മെംബ്രെയിന് പറയുന്ന അല്ലെങ്കിൽ ഒരു ആവരണത്തിന് പറയുന്ന പേരാണ് എന്ത്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി 65ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അതർ നെയിംസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ? എന്തെല്ലാമാകുന്നു പ്ലാസ്മ മെംബ്രെയിൻ്റെ മറ്റ് നാമങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്ന നെയിംസ്. ഓക്കെ, ദ പ്ലാസ്മ മെംബ്രെയിൻ ഓൾസോ കോൾഡ് സെൽ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ പറയുന്ന മറ്റൊരു പേരാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന 66ാമത്തെ ചോദ്യമാണ്, റൈറ്റ് എക്സാമ്പിൾ ഫോർ ബാക്ടീരിയ. ബാക്ടീരിയയ്ക്ക് ഒരു ഉദാഹരണം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, എക്സാമ്പിൾ ഫോർ ബാക്ടീരിയ ആർ, അതായത് ബാക്ടീരിയയ്ക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എന്താ എഴുതാം? റൈസോബിയം എന്ന് എഴുതാം, അതുപോലെ വിബ്രിയോ കോളറ എന്ന് എഴുതാം. അപ്പോൾ ഈ റൈബോസിയും അതുപോലെ തന്നെ വിബ്രിയോ കോളറയും ബാക്ടീരിയയ്ക്ക് ഉള്ള ഒരു ഉത്തമ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് എഴുതാം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാവുന്നതാണ്.